മോർണിംഗ് കുട്ടികളെ. നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് 9ാമത്തെ ചാപ്റ്ററാണ് സീക്വൻസ് ആൻഡ് സീരീസ്. സീക്വൻസ് നിങ്ങൾ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് പഠിച്ചതാണ്. അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഒക്കെ പഠിച്ചതല്ലേ. അപ്പോൾ സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പാറ്റേണിൽ നമ്മൾ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്തിരുന്നു, ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണ് 1, 4, 7, 10 എക്സെട്ര. അടുത്ത ടൈം ഏതാ നമുക്ക് പറയാൻ പറ്റും. ആദ്യത്തേത് 1, പിന്നെ 4, 7, 10, നെക്സ്റ്റ് 30, പിന്നെ 60. അങ്ങനെ പോകുന്ന ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ പോകുന്ന നമ്പേഴ്സാണ് ഇത്. അത് അങ്ങനെയുള്ളതിനാണ് സീക്വൻസ് എന്ന് പറയുന്നത്. സീക്വൻസ് പിന്നെ ഫസ്റ്റ് ടേമിനെ നമ്മൾ A1 എന്ന് എഴുതും. A1 ആണ് 1. അടുത്തത് A2 എന്ന് എഴുതും, A3 എന്ന് എഴുതും, A4 ഇങ്ങനെ അങ്ങ് പോകും. ഇതാണ് ഒരു സീക്വൻസ്. നമുക്ക് ഏത് നമുക്ക് ടേംസ് ഓരോന്നും കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പർട്ടിക്കുലർ പാറ്റേണിലാണ് ഇത് പോകുന്നത്. ഇതാണ് ഇങ്ങനെ കോമായിട്ട് ഓരോ ടേംസും കോമായിട്ട് എഴുതുന്നതിന് സീക്വൻസ് എന്ന് പറയും. ഇതാണ് സീക്വൻസ്. സീക്വൻസ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ സീക്വൻസ്. ഇനി അതുപോലെ തന്നെ സീരീസ് ഉണ്ട്. സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. കോമായിട്ട് വരെ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര. കോമ ഇടാതെ അതെല്ലാം പ്ലസ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ സീരീസ് എന്ന് പറയുന്നത്. സീക്വൻസും സീരീസും ചെറിയ വ്യത്യാസമുള്ളൂ. ഓരോ എലമെന്റ്സ് ഓരോ ടേംസും കോമായിട്ട് എക്സെട്ര എഴുതുന്ന സീക്വൻസ്. അതിന് പകരം ഓരോ ടേമും ആഡ് ചെയ്ത് പോകുന്നത് സീരീസ്. സീക്വൻസും സീരീസും. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ 2 ടൈപ്പ് സീക്വൻസ് ആണ് പഠിക്കാനുള്ള. അരിത്മെറ്റിക് പ്രോഗ്രഷനും ജിയോമെട്രിക് പ്രോഗ്രഷനും. അപ്പോൾ അതിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ഇല്ല. പിന്നെ നമുക്ക് അത് ഫ്യൂച്ചറിലൊന്നും അത്ര അത്യാവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അരിത്മെറ്റിക് പ്രോഗ്രഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നമുക്ക് ജിയോമെട്രിക് പ്രോഗ്രഷനിലേക്ക് പോകാം. ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്ന് പറയാം. ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. നോക്കുക. 1, 3, 9, 27, 81 എക്സെട്ര. ഇതൊരു സീക്വൻസാണ്. ഇതിൻ്റെ അടുത്ത ടൈം ഏതാണെന്ന് പറയാൻ പറ്റുമോ? 1, 3, 9, 27, 81. അടുത്തേതാ? 243, 243. അതായത് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന നമ്പർ ഇത്. 1 × 3, 3 × 9, 3 × 3 9, × 3 27, × 3 81. അതിനെ 3 വെച്ച് മൾട്ടിപ്ലൈ 243 വരും. ഇവിടെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ നമ്മൾ മുമ്പ് എഴുതിയായിരുന്നു 1, 4, 7, 10 എക്സെട്ര. ഇവിടെ ആണെങ്കിൽ ആഡ് ചെയ്ത് 1 + 3 ആണ് 4, 4 + 3 ആണ് 7. ആഡ് ചെയ്ത് പോകുന്നത് അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ നമ്മൾ നമ്പേഴ്സ് ഒരു പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്ത് പോകുന്നു. ആ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറിൻ്റെ ഒരു പേരുണ്ട്, ഓർക്കുന്നുണ്ടോ? കോമൺ ഡിഫറൻസ്. അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ കോമൺ ഡിഫറൻസ് കിട്ടും. സെക്കൻഡ് ടേമായി 4ൽ നിന്ന് ഫസ്റ്റ് ടേം കുറച്ചാൽ 1 കുറച്ചാൽ 3 കിട്ടും. അതാണ് കോമൺ ഡിഫറൻസ്. ഇത് സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് കുറയ്ക്കണമെന്നില്ല, ഏതിൽ നിന്ന് വേണമെങ്കിലും കുറയ്ക്കാം. ഏത് ടേമിൽ നിന്നും അതിന് മുമ്പുള്ള ടേം കുറച്ചാൽ മതി. 10ൽ നിന്ന് 7 കുറച്ചാൽ മതി. തൊട്ട് മുമ്പത്തെ ടേം 7 കുറച്ചാൽ 3 കിട്ടും. 7ൽ നിന്ന് അതിന് മുമ്പത്തെ ടേം 4 കുറച്ചാൽ 3 കിട്ടും. അപ്പം അങ്ങനെ ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അപ്പം അതിൻ്റെ സ്ഥാനത്ത് ഇവിടെ വന്നേക്കുന്നത് അഡീഷന് വരെ മൾട്ടിപ്ലിക്കേഷനാണ്. മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നു. ഒരു ടേമിനോട് അടുത്ത ഒരു പർട്ടിക്കുലർ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സെക്കൻഡ് ടേമിനെ ഫസ്റ്റ് ടേം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3/1 ആണ് 3. ഇത് സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ചെയ്യണമെന്നില്ല, ഏതിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം. 81 എടുത്താൽ അതിന് മുമ്പുള്ള 27 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. 81നെ 27 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും. ഏതെടുത്താലും 27/9 എടുത്താൽ 3 കിട്ടും. 9/3 എടുത്താൽ 3 കിട്ടും. അപ്പം ഇവിടെ നമ്മൾ ഒരു ടേമിനെ തൊട്ട് മുമ്പുള്ള ടേം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ കിട്ടും. ആ നമ്പറിന് പറയുന്ന പേരാണ് കോമൺ റേഷ്യോ ഡിനോട്ടഡ് ബൈ R. കോമൺ റേഷ്യോ ഡിനോട്ടഡ് ബൈ R. R കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. ഒന്നെങ്കിൽ A2/A1 എടുക്കാം, അല്ലെങ്കിൽ A3/A2 എടുക്കാം. ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ R = AN+1/AN, അല്ലെങ്കിൽ AN/AN-1, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. nth ടേം AN, അതിന് തൊട്ട് ടേം AN-1 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഇതാണ് കോമൺ റേഷ്യോ R. അപ്പം ഓരോ ടേമിനോടും ഒരു പർട്ടിക്കുലർ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന ആ സീക്വൻസിന് പറയുന്ന പേരാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറിന് പറയുന്ന പേരാണ് കോമൺ റേഷ്യോ. R എന്ന് ഡിനോട്ട് ചെയ്യും. R കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ
a-നെ അതിന് മുമ്പുള്ള ടേമായ a(n-1) വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ജനറൽ ടേം കണ്ടുപിടിക്കാൻ കുറെ 1-2 ഇക്വേഷൻ ഉണ്ട്, 2-3 ഇക്വേഷൻ ഉണ്ട്, അതൊന്ന് പഠിച്ചാൽ മതി. അപ്പം നമ്മുടെ ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ എഴുതുകയാണ് a1, a2, a3, a4 എക്സെട്ര. a1നെ നമ്മൾ ഫസ്റ്റ് ടേം a1നെ a എന്ന് ഡിനോട്ട് ചെയ്യുന്നു. നമ്മൾ അരിത്മെറ്റിക് പ്രോഗ്രഷനിലും അങ്ങനെയാണല്ലോ, ഫസ്റ്റ് ടേമിനെ a എന്ന് ഡിനോട്ട് ചെയ്യും. കോമൺ റേഷ്യോ 6 തന്നിട്ടുണ്ട്. അപ്പം a1 എന്ന് പറഞ്ഞാൽ a ആണ്. a2 നമുക്ക് കണ്ടുപിടിക്കാം. a2 കാണാനായിട്ട് ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, a ഇൻറ്റു ആർ വരും. തേർഡ് ടേം a3 കാണാനായിട്ട് a2ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സെക്കൻഡ് ടേമും 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സെക്കൻഡ് ടേം നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് AR ഇൻറ്റു ആർ, അതായത് a ഇൻറ്റു ആർ സ്ക്വയർ വരും. r ഇൻറ്റു ആർ വെച്ചാൽ ആർ സ്ക്വയർ ആയിരിക്കും. ഇനി ഫോർത്ത് ടേം a4 കാണാനായിട്ട് a3യെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. a3 ഇൻറ്റു ആർ, a3 എന്ന് പറയുന്നത് AR സ്ക്വയർ വരും ഇൻറ്റു ആർ, AR സ്ക്വയർ ഇൻറ്റു ആർ വരും. a3 നമ്മളിവിടെ ചെയ്തു AR സ്ക്വയർ, അതും 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ AR ക്യൂബ് കിട്ടും. ഇനി a5 കാണാനായിട്ട് a4നെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. a4 നമുക്ക് കിട്ടി AR ക്യൂബ് ഇൻറ്റു ആർ ക്യൂബ് ഇൻറ്റു ആർ വരുമ്പോൾ AR⁴. നിങ്ങൾ നോക്കുക, a2 എന്ന് പറയുമ്പോൾ a ഇൻറ്റു ആർ വരും, a3 വരുമ്പോൾ a ഇൻറ്റു ആർ സ്ക്വയർ, a4 വരുമ്പോൾ a ഇൻറ്റു ആർ ക്യൂബ്, a5 വരുമ്പോൾ a ഇൻറ്റു r⁴. അങ്ങനെയാണെങ്കിൽ an കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നാ നോക്കുക. 3 വന്നപ്പം 2, 4 വന്നപ്പം ക്യൂബ്, 5 വന്നപ്പോൾ r⁴. അപ്പം n വരുമ്പോഴോ a ഇൻറ്റു r⁴ കുറയും. 5ൽ നിന്ന് കുറഞ്ഞല്ലേ 4ൽ നിന്ന് കുറഞ്ഞാൽ 3, അപ്പം n-1 വരും. ഇതാണ് എന്ത് ടേം, ജനറൽ ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മൾ AP-യിൽ a+n-1 ഇൻറ്റു d ആയിരുന്നു, a+n-1 ഇൻറ്റു d ആയിരുന്നു. ഇവിടെ അത് മാറിയിട്ട് a ഇൻറ്റു r⁴ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. എന്ത് ടേം an is equal to a ഇൻറ്റു r⁴ ആദ്യത്തെ ജനറൽ ആയിട്ടുള്ള ടേം എന്ത് ടേം കാണാനായിട്ടുള്ള ഇക്വേഷൻ ആണ് a ഇൻറ്റു r⁴. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. ഇനി 3 ടേംസ് GP-യിലാണെങ്കിൽ ABC ജോമെട്രിക് മീൻ പഠിക്കാനായിട്ടാണ്. ജോമെട്രിക് മീൻ നമുക്ക് പഠിക്കും. ജോമെട്രിക് മീൻ GM എന്ന് ഡിനോട്ട് ചെയ്യും. 3 നമ്പേഴ്സ് എയും ബിയും സിയും GP-യിലാണെങ്കിൽ, GP എന്ന് വെച്ചാൽ മീനിങ് ഇത്രയുള്ളൂ, ABC കൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് GP. അടുത്തടുത്ത 3 ടേംസാണ് GP-യിലെ അടുത്തടുത്ത 3 ടേംസാണ് എയും ബിയും സിയും. ABC ആരും GP എന്ന് വെച്ചാൽ ഇത്രയുള്ളൂ, എയും ബിയും സിയും അടുത്തടുത്ത 3 ടേംസാണ് ഒരു GP-യിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇത് 3ഉം ഒരു ജോമെട്രിക് പ്രോഗ്രഷൻ്റെ അകത്തെ 3 ടേംസിൽ അടുത്തടുത്ത 3 ടേംസ് ആണെങ്കിൽ നമുക്ക് പറയാം BA A വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നോ അത് തന്നെയാണ് CA B വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് എന്ന് പറയുന്നതും തേർഡ് ബൈ സെക്കൻഡ് എന്ന് പറയുന്നത് സെയിം ആണല്ലോ, നമ്മുടെ കോമൺ റേഷ്യോ ആയ 6 ആണ്. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ B² = AC കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 നമ്പേഴ്സ് GP-യിലാണെന്ന് ചിലപ്പോൾ പ്രൂവ് ചെയ്യാനൊക്കെ ചോദിച്ചാൽ ഇതാണ് കണ്ടീഷൻ. 3 numbers ABC are in GP if B² = AC or B is equal to root AC. ഈ B is equal to root AC ഇതിന് പറയുന്നത് B is equal to root AC. ഈ B ക്ക് ഒരു പേരുണ്ട്, B is called geometric mean between A and C. Between A and C. A-യുടെയും C-യുടെയും geometric mean ആണ് B. നടുക്കത്തെ B എന്ന് പറയുന്നത് എയുടെയും സിയുടെയും ജോമെട്രിക് മീൻ ആണ്. ആ B കണ്ടുപിടിക്കാനായിട്ട് √A × C എടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് ഓർത്തിരുന്നത് B² = A × C. നടുക്കത്തെ ബിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ്ട്രീംസിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും എയുടെയും സിയുടെയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 numbers ABC are in GP if B² = AC or B is called geometric mean between A and C. B = √AC. B = √AC ഓർക്കണമെന്നില്ലെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ മതി. B² = AC. B is called geometric mean between A and C. അപ്പം 2 നമ്പേഴ്സിന്റെ ജോമെട്രിക് മീൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാലും √AC എടുത്താൽ മതി. 2 നമ്പേഴ്സിന്റെ ജോമെട്രിക് മീൻ B കണ്ടുപിടിക്കാൻ B = √AC. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചു. അപ്പം 3 നമ്പേഴ്സ് ABC GP-യിൽ ഉണ്ടാവാനുള്ള കണ്ടീഷൻ ഇതാണ്, B² = AC. അതിൻ്റെയൊക്കെ പ്രോബ്ലം ചോദിക്കാറുണ്ട്, പലതവണ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്കിവിടെ സം ടു n ടേംസ് ഓഫ് എ GP അത് പോയിട്ടില്ല. സം ടു n ടേംസ് ഓഫ് എ GP
അതായത് A1 A2 എക്സെട്ര A ഇതിന്റെ സമ്മ് കാണും SN എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ സമ്മ് A1 പ്ലസ് A2 പ്ലസ് എക്സെട്ര പ്ലസ് AN. ഫസ്റ്റ് ടേം A1 എന്ന് പറയുന്ന എയും കോമൺ റേഷ്യോ 6ഉം തന്നാൽ ഈ 6 1ൽ കൂടാം 1ൽ കുറയാം. 6ന്റെ വാല്യൂ 1ൽ കൂടുകയും ചെയ്യാം 1ൽ കുറയുകയും ചെയ്യാം. അപ്പോൾ സമ്മിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. സമ്മ് SN ഇസ് ഈക്വൽ ടു A ഇൻറ്റു 6 1നേക്കാട്ടിലും വലുതാണെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. R⁻n മൈനസ് 1 ബൈ R മൈനസ് 1 ഈ R ഗ്രേറ്റർ ദാൻ 1. ഈ ആറിന്റെ വാല്യൂ 1ൽ കുറവാണെങ്കിൽ ഇത് തിരിച്ചിട്ടാൽ മതി. SN ഇസ് ഈക്വൽ ടു A ഇൻറ്റു 1 മൈനസ് R⁻n ബൈ 1 മൈനസ് R. ഈ R ലെസ് ദാൻ 1. R 1ൽ കുറവാണെങ്കിൽ 1 ആദ്യം എഴുതുക. R 1ൽ കൂടുതലാണെങ്കിൽ R ആദ്യം എഴുതുക. അപ്പം മേളിൽ R⁻n മൈനസ് 1ഉം താഴെ R മൈനസ് 1. ഇത് ഈ ഇക്വേഷൻസ് പഠിച്ചു വെച്ചോണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മ് കാണാനുള്ള ഇക്വേഷൻ. സം ടു n ടേംസ് ഓഫ് എ GP വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, AP-യെക്കാട്ടിലും കുറച്ചുകൂടെ പ്രോബ്ലം എളുപ്പം GP കേട്ടോ. ഇനി നമുക്കിവിടെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി, 2 പോയിന്റ് തരും എയും ബിയും. എയും ബിയും 2 ടേംസ് തരും. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ജോമെട്രിക് മീൻസ് ഇൻസേർട്ട് ചെയ്യണം. ജോമെട്രിക് മീൻസ് ഇൻസേർട്ട് എന്ന് വെച്ചാൽ കുറേ ടേംസ് നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ അതൊരു GP ആയിട്ട് വന്നാൽ മതി. എയുടെയും ബിയുടെ ഇടയ്ക്ക് സി വന്നാൽ അത് GPയിൽ വന്നാലല്ലേ ABC. GPയിലാണെങ്കിൽ ബിയെ നമുക്ക് ജോമെട്രിക് മീൻ ബിറ്റ്വീൻ എ ആൻഡ് സി എഴുതാം. അതിൽ BCD GPയിൽ വന്നാൽ സി ബിയുടെ ഡിയുടെ ജോമെട്രിക് മീനാണ്. ഇപ്പം ഇടയ്ക്ക് വരുന്നതെല്ലാം ജോമെട്രിക് മീൻസാണ്. ഇടയ്ക്ക് നമ്മൾ ഒരു GPയിലെ ഇടയ്ക്കത്തെ എലമെന്റ്സ് എല്ലാം അതിൻ്റെ ജോമെട്രിക് മീൻസാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ആൻഡ് ജോമെട്രിക് മീൻസ്. ഇൻസേർട്ട് ആൻഡ് ജോമെട്രിക് മീൻസ് ബിറ്റ്വീൻ എ ആൻഡ് പി. എയുടെയും ബിയുടെയും ഇടയ്ക്ക് n ജോമെട്രിക് മീൻസ് നമ്മൾ കൂട്ടിച്ചേർക്കണം. അതായത് നമുക്ക് കൂട്ടിച്ചേർക്കുന്ന ആ ടേംസിനെ G1 ജോമെട്രിക് മീൻ ആയതുകൊണ്ട് G എന്ന് എടുക്കുക. G1 G2 G3 എക്സെട്ര n ഉണ്ടല്ലോ. n ജോമെട്രിക് മീൻസ് G1 തൊട്ട് Gn വരെ n ജോമെട്രിക് മീൻസ് നമ്മളങ്ങ് എടുത്തു. അങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങേറ്റം A, നടുക്ക് G1 G2 എക്സെട്ര Gn, അങ്ങേറ്റം B. ഇത് ഫോംസ് എ GP ആയിരിക്കും. ഇങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് ഇത് ജോമെട്രിക് മീൻ എന്ന് പറയാൻ പറ്റുള്ളൂ. എയുടെയും G1ന്റെയും ജോമെട്രിക് മീൻ എയുടെയും G2ന്റെയും ജോമെട്രിക് മീൻ G1, G1ന്റെയും G3യുടെയും ജോമെട്രിക് മീൻ G2, G2ന്റെയും G4ന്റെയും ജോമെട്രിക് മീൻ G3, അങ്ങനെ പോകും. ഇതെല്ലാം ഇടയ്ക്കെല്ലാം ജോമെട്രിക് മീൻസാണ്. GPയിൽ വന്നാൽ മാത്രമേ അത് ജോമെട്രിക് മീൻസ് ആവുള്ളൂ. അപ്പോൾ എയുടെയും ബിയുടെ ഇടയ്ക്ക് n ജോമെട്രിക് മീൻസ് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ n നമ്പേഴ്സ് അങ്ങ് എടുക്കുക. G1 തൊട്ട് Gn വരെ. അങ്ങനെ ഇങ്ങേറ്റത്തെ എയും അങ്ങേറ്റത്തെ ബിയും എഴുതുമ്പോൾ അതൊരു GP ആകും. ഇനി നമ്മൾക്ക് ഈ 6 കോമൺ റേഷ്യോ 6 കിട്ടിയാൽ മതി. എ നമുക്കറിയാമല്ലോ. അതിനോട് 6 മൾട്ടിപ്ലൈ ചെയ്താൽ G1 കിട്ടും. ഒന്നോടെ മൾട്ടിപ്ലൈ ചെയ്താൽ G2 കിട്ടും. അപ്പം നമ്മൾ 6 കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ടേം എ. അപ്പം G1 നമുക്ക് കണ്ടുപിടിക്കാം. എ ആണ് ആദ്യത്തേത്. G1 കാണുമ്പോൾ A ഇൻറ്റു 6. എ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ G1 കിട്ടില്ല. കാരണം അതൊരു GP അല്ലേ. GP ആണ് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ കോമൺ റേഷ്യോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. G2 എന്ന് പറയുന്നത് G1ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. G1 ഇൻറ്റു 6. അതായത് G1 എന്ന് പറയുന്നത് AR ഇൻറ്റു 6 വരും. അതായത് AR² വരും. G3 എന്ന് പറയുന്നത് G2 ഇൻറ്റു 6. G2 എന്ന് പറയുന്നത് AR² ഇൻറ്റു 6 വരും. AR³ വരും. അങ്ങനെയാണ് G4. നിങ്ങൾ നോക്കുക. G3 AR³ ആണ്. G4 AR⁴ വരും. അങ്ങനെ പോയി GN എന്ന് പറയുമ്പോൾ AR⁻n വരും. കാരണം ഇവിടെ 1 വന്നപ്പോൾ AR ആണ്, 2 വന്നപ്പോൾ R² വന്നു, 3 വന്നപ്പോൾ R³ വന്നു. അപ്പോൾ 4 വരുമ്പോൾ R⁻4 വരും, n വരുമ്പോൾ AR⁻n വരും. അങ്ങനെയാണ് B എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ B GN വരെ കിട്ടി. ഇനി B എന്ന് പറയുന്നത് GN-നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന GN ഇൻറ്റു 6 ആണ്. GN എന്ന് പറഞ്ഞാൽ AR⁻n അല്ലേ, ഇൻറ്റു 6 വരും. അതായത് AR⁻n+1 വരും. ഇവിടെ 1ഉം n-ഉം ഇവിടെ 1ഉം ഉണ്ട്. AR⁻n ഇൻറ്റു 6. R⁻n ഇൻറ്റു 6 വരുമ്പോൾ R⁻n+1 എന്ന് എഴുതാം. അപ്പം നമുക്ക് കിട്ടി B is equal to AR⁻n+1. നമുക്ക് 6 അല്ലേ കണ്ടുപിടിക്കണ്ടേ. 6നെ അവിടെ ഇട്ടുണ്ട്, A ഇങ്ങോട്ട് കൊണ്ടുവരാം. B by A is equal to R⁻n+1. അതായത് R⁻n+1 is equal to B by A. ഇത് ഓർത്തിരിക്കണം. ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. ഇത് ഓർത്തിരിക്കണം. എയുടെയും ബിയുടെ ഇടയ്ക്ക് n ജോമെട്രിക് മീൻസ് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ 6 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാ. R⁻n+1 = B by A. ആ ഇക്വേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം.
r(n+1) = b/a. അപ്പോൾ 6 കിട്ടും. 6 കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വരുന്ന കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്കറിയാവുന്ന അതിനെ 6 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ g1 കിട്ടും, ഒന്നുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ g2 കിട്ടും. അങ്ങനെ നമുക്ക് എല്ലാം എഴുതാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസിക് ആയിട്ട് ഇത്രയും സംഗതികളാണുള്ളത്. അതായത് ഓരോ ടേമിനോടും ഒരു പർട്ടിക്കുലർ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സീക്വൻസ് ആണ് GP, ജോമെട്രിക് പ്രോഗ്രഷൻ. ഫസ്റ്റ് ടേം നമ്മൾ ചെയ്യുന്ന ഡിനോട്ട് ചെയ്യും. കോമൺ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പർ 6, കോമൺ റേഷ്യോ 6. പിന്നെ നമ്മൾ ജനറൽ ടേം nth ടേം an കാണുന്നു, a × r(n−1). പിന്നെ സം SN a × r(n−1) / r−1. 6 വലുത് 1 വലുതാണെങ്കിൽ, അല്ലെങ്കിൽ a × 1 - r(n) / 1 - r. പിന്നെ ABC GPയിൽ വന്നാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ABC ആണെങ്കിൽ GP ഈ b², നടുക്കത്തെ b² = a × c, അല്ലെങ്കിൽ b = √ac. ബിയെ നമ്മൾ എയുടെ സിയുടെ ജോമെട്രിക് മീൻ എന്ന് പറയും. നടുക്കുള്ള ബിയെ അങ്ങേറ്റത്തെ ഇങ്ങേറ്റത്തെ എയുടെ സിയുടെ ജോമെട്രിക് മീൻ എന്ന് പറയുന്നു. അതുപോലെ ഇവിടെ ഇപ്പോൾ അതുപോലെ ഇനി എത്ര ജോമെട്രിക് മീൻസ് വേണമെങ്കിലും നമുക്ക് കൂട്ടിച്ചേർക്കാം. അതിൻ്റെ പ്രൊസീജിയറാണിത്. അപ്പോൾ 6 കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, r(n+1) = b/a. ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ. ഇനി ഇതിനെ കുറച്ച് പ്രോബ്ലംസ് ചെയ്യും. നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. Find the 12th term of a GP whose 8th term is 192. 12th term കണ്ടുപിടിക്കണം. A20 കണ്ടുപിടിക്കണം. 12th term കണ്ടുപിടിക്കണം. Find the 12th term of a GP. അത് കണ്ടുപിടിക്കണം. ഈ whose 8th term is 192. 8th term A8 തന്നിട്ടുണ്ട്. A8 192. 8th term 192 തന്നിട്ടുണ്ട്. Common ratio 2. Common ratio R = 2. So find the 20th term. 20th term of a GP. A20 കാണണം. തന്നിട്ടുണ്ട് 8th term തന്നിട്ടുണ്ട്, 8ാമത്തെ term തന്നിട്ടുണ്ട്, 8th term 192 തന്നിട്ടുണ്ട്, കോമൺ റേഷ്യോ 6 തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് 20th term കാണാം. അപ്പം ഒരു പർട്ടിക്കുലർ ടേം കാണാനുള്ള ഇക്വേഷൻ എന്നാ? Kn ഇക്വേഷൻ a × r(n−1) അല്ലേ? അപ്പോൾ നമുക്ക് 6 തന്നിട്ടുണ്ട്, 2 എയും കൂടെ കിട്ടിയാൽ മതി. അപ്പോൾ an ഇക്വേഷൻ a × r(n−1). പിന്നെ a കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു കണ്ടീഷൻ കൂടെ തന്നിട്ടുണ്ട്. A8 8ാമത്തെ ടേം തന്നിട്ടുണ്ട്. A8 എന്ന് പറഞ്ഞാൽ 192 ആണ്. 8ാമത്തെ ടേം 192 ആണ്. അതായത് A8 = 192 തന്നിട്ടുണ്ട്. ഇനി A8 നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. എയുടെ വാല്യൂ അറിയത്തില്ല. a × r(8−1) ഉണ്ടോ? n എന്ന് പറയുമ്പോൾ a × r(n−1) അല്ലേ? അപ്പോൾ A8 വരുമ്പോൾ a × r(8−1), അത് 192 തന്നിട്ടുണ്ട്. അതായത് a × r-ന്റെ വാല്യൂ നമുക്കറിയാം 2 ആണ്. 2⁻⁷ = 192. a × 2⁻⁷ = 192. 8−1 7 ആണ്. r-ന്റെ വാല്യൂ 2. 2⁻⁷ നമുക്കറിയാമല്ലോ. 2⁻⁷ എത്രയാണ്? 128. a × 128 = 192. 2⁻⁷ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ a × 128 = 192. കണ്ടുപിടിക്കാം. a = 192/128. 4 വെച്ച് വെട്ടിക്കളയുക. 4 വെച്ച് വെട്ടുമ്പോൾ ഇവിടെ 4 48 വരും. ഇവിടെയാണെങ്കിൽ 32 വരും. 4 വെച്ച് ക്യാൻസൽ ചെയ്യുക. പിന്നെ 4 വെച്ച് വെട്ടാം. 4 വെച്ച് വെട്ടുമ്പോൾ ഇവിടെ 12 വരും, ഇവിടെ 8 വരും. ഇനി 4 വെച്ച് വെട്ടുമ്പോൾ ഇവിടെ 3 വരും, ഇവിടെ 2 വരും. ഇനി വെട്ടാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ കിട്ടി. a = 3/2. കണ്ടോ? എയുടെ വാല്യൂ കിട്ടി. a = 3/2. ഇനി നമുക്ക് 20th ടേമല്ലേ കാണണ്ടേ? 20th ടേമും nth ടേമും കാണാൻ പറ്റും. ആ 20th ടേം മാത്രം കണ്ടുപിടിച്ചാൽ മതി. 20th അല്ല കേട്ടോ, 12th ആണ് കേട്ടോ. ആ സാറിയില്ല 20th. A20 = 20th ടേം. A20 = a × r(20−1).
a into r raised to 20 minus 1. That is equal to a എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 3/2 into r എന്ന് പറഞ്ഞാൽ 2 ആണ്, 2 raised to 90. ഇങ്ങനെ എഴുതാം, സിംപ്ലിഫൈ ചെയ്യാം. 2 raised to 90 ഒന്നും കാണാൻ പോകണ്ട, ഇത്ര എഴുതുക, അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, 5th, 8th and 11th term of a GPR P, Q and S. 5th, 8th, 11th term തന്നിട്ടുണ്ട്. 5th, 8th, 11th terms of a GPR P, Q and S. P, Q and S. ഈ terms 5th term P, 8th term Q, 11th term S respectively. Show that P, Q, S are in GP. Show that P, Q, S are in GP. P, Q, S are in GP. P, Q, S എപ്പോഴാണ് ജി പിയിൽ വരുന്നത്? നമ്മൾ കണ്ടീഷൻ പഠിച്ചായിരുന്നു. എ ബി സി ജി പിയിൽ വരണമെങ്കിൽ, എ ബി സി ജി പിയിൽ വരണമെങ്കിൽ കണ്ടീഷൻ ആയിരുന്നു നടുക്കത്തെ ബി സ്ക്വയർ ഈക്വൽ ടു എ ഇൻറ്റു സി. ചിലപ്പോൾ ഷോ ദാറ്റ് ബി ഇവിടെയാണെങ്കിൽ നടുക്കത്തേത് ക്യൂ, ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി ഇൻറ്റു എസ് എന്ന് കിട്ടിയാൽ മതി. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ് എന്ന് കിട്ടണം. ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റിൽ അത് ഷോ ദാറ്റ് ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ് കേട്ടോ. ഞാനത് അത് വേറെ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഷോ ദാറ്റ് പി ക്യു എസ് ആർ ഇൻ ജി പി. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ടത് ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ് എന്നാണ്. ഓർക്കണം, ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ് നമ്മൾ തെളിയിക്കണം. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. പിയും ക്യൂ എസും A5 ആണ് പി. 5th ടേമിലെ പി A5 ആണ് പി. ദാറ്റ് ഇംപ്ലൈസ് A5ന്റെ ഇക്വേഷൻ എന്നാ? ANന്റെ ഇക്വേഷൻ നമുക്കറിയാം. A എന്ന് വെച്ചാൽ A ഇൻറ്റു R റേസ് ടു N മൈനസ് 1 ആണ്. അപ്പോൾ A5 എന്ന് പറഞ്ഞാൽ എന്നാ വരും? A5 ഈക്വൽ ടു പി. ദാറ്റ് ഈസ് A R റേസ് ടു 5 മൈനസ് 1 4 വരും. ഈക്വൽ ടു പി വരും. ഒരെണ്ണം കിട്ടി. പിയുടെ വാല്യൂ നമുക്ക് A R റേസ് ടു 4 ഈക്വൽ ടു പി കിട്ടി. അതുപോലെ എട്ടാമത്തേതാണ് Q. A8 ആണ് Q. A8 is equal to Q. ഈ ഇക്വേഷൻ വെച്ച് ANന്റെ ഇക്വേഷൻ വെച്ച് A ഇൻറ്റു R റേസ് ടു 8 മൈനസ് 1 അതായത് 7 അതാണ് Q. അത് കിട്ടി. ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട്. A11 ആണ് S. A11 ഈക്വൽ ടു S. അപ്പോൾ അടുത്ത നമുക്ക് കിട്ടും A ഇൻറ്റു R റേസ് ടു 10 ഈക്വൽ ടു S. മൂന്നെണ്ണം കിട്ടി. പിയും ക്യൂവും എസ്. പി എന്ന് പറഞ്ഞാൽ A R റേസ് ടു 4, Q എന്ന് പറഞ്ഞാൽ A R റേസ് ടു 7, S എന്ന് പറഞ്ഞാൽ A R റേസ് ടു 10. നമുക്ക് ക്യൂ സ്ക്വയറും കണ്ടുപിടിക്കണം, പി എസും കണ്ടുപിടിക്കണം. നോക്കാം. ക്യൂ സ്ക്വയർ ഈക്വൽ ടു ക്യൂവിൻ്റെ വാല്യൂ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് A R റേസ് ടു 7. A R റേസ് ടു 7 ദ ഹോൾ സ്ക്വയർ. സെപ്പറേറ്റ് പവർ കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് A സ്ക്വയർ ഇൻറ്റു R റേസ് ടു 7 ഹോൾ സ്ക്വയർ. A റേസ് ടു M ഹോൾ റേസ് ടു N. പല പ്രാവശ്യം പറഞ്ഞാണ് A റേസ് ടു M ഇൻറ്റു N. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. A സ്ക്വയർ ഇൻറ്റു R റേസ് ടു 7 ഇൻറ്റു 2. A റേസ് ടു M ഹോൾ റേസ് ടു N. A റേസ് ടു M ഇൻറ്റു N. അതായത് A സ്ക്വയർ ഇൻറ്റു R റേസ് ടു 14 കിട്ടും ക്യൂ സ്ക്വയർ കാണുമ്പോൾ. ഇനി P ഇൻറ്റു എസ് കൂടെ ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ് എന്നല്ലേ കിട്ടുന്നത്. P ഇൻറ്റു എസ് കാണുമ്പോൾ ഇത് തന്നെ കിട്ടുമോ നോക്കാം. P ഇൻറ്റു എസ് ഈക്വൽ ടു പിയുടെ വാല്യൂ A R റേസ് ടു 4 ഇൻറ്റു എസിൻ്റെ വാല്യൂ A R റേസ് ടു 10. നമുക്ക് ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാം. A ഇൻറ്റു A ഒരുമിച്ച് എഴുതി ഇൻറ്റു എല്ലാം ഇൻറ്റു കേട്ടോ. ഇൻറ്റു R റേസ് ടു 4 ഇൻറ്റു R റേസ് ടു 10 രണ്ടും ഒരുമിച്ച് എഴുതി. A ഇൻറ്റു A എന്ന് വെച്ചാൽ അറിയാമല്ലോ A സ്ക്വയർ. A റേസ് ടു M ഇൻറ്റു A റേസ് ടു A. A റേസ് ടു M പ്ലസ് N. A റേസ് ടു M ഇൻറ്റു A റേസ് ടു N എന്ന് വെച്ചാൽ A റേസ് ടു M പ്ലസ് N. അപ്പം ഇൻറ്റു R റേസ് ടു 4 പ്ലസ് 10 വരും. അതായത് A സ്ക്വയർ ഇൻറ്റു R റേസ് ടു 40. കേട്ടോ, ക്യൂ സ്ക്വയർ A സ്ക്വയർ ഇൻറ്റു R റേസ് ടു 40. P ഇൻറ്റു S A സ്ക്വയർ ഇൻറ്റു R റേസ് ടു 40. അപ്പോൾ നമുക്ക് ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ് കിട്ടി. ക്യൂ സ്ക്വയർ ഈക്വൽ ടു പി എസ് എന്ന് കിട്ടി. അതുകൊണ്ട് നമുക്ക് പറയാം P Q S R A G P. P Q S R A G P എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. Fourth term of a GP is the square of second term.
fourth term is square of second. Fourth term is square of second. ഇതാണ് തന്നിരിക്കുന്നത്. Fourth term is square of the second term. A4 equal to fourth term A4. That is equal to square of second term. A2 ന്റെ square. അത് തന്നിട്ടുണ്ട്. And first term is -3. First term A എന്ന് പറഞ്ഞാൽ -3 എന്നും തന്നിട്ടുണ്ട്. First term ആയ A -3 എന്നും തന്നിട്ടുണ്ട്. Seventh term കണ്ടുപിടിക്കണം. Find the seventh term. Determine seventh term. A7 കണ്ടുപിടിക്കണം. ഏത് ടേം കണ്ടുപിടിക്കണേലും ഫസ്റ്റ് ടേമും 6 കിട്ടിയാൽ മതി. ഫസ്റ്റ് ടേം ഓൾറെഡി കിട്ടിയിട്ടുണ്ട് -3. ഇനി 6 കൂടെ കിട്ടിയാൽ മതി. അത് നോക്കാം. ഇങ്ങനെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. A4 A2ന്റെ സ്ക്വയറും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് 6 കിട്ടുമോ നോക്കാം. A4ന്റെ ഇക്വേഷൻ, A-ന്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, AR⁻n−1 ഇല്ലേ. A4ന്റെ ഇക്വേഷൻ AR⁻n−4−1 വരുമ്പോൾ 3 വരും. AR3 വരും. ഈക്വൽ ടു A2 എന്ന് പറയുമ്പോൾ AR⁻2−1 AR⁻1 വരും ഹോൾ സ്ക്വയർ. ഇതൊരു കണ്ടീഷൻ ഉണ്ട്. A4ന്റെ AR⁻n−1 n 4 ആയതുകൊണ്ട് 4−1 3 വരും. AR³ വരും എന്ന് പറയുന്നത് AR⁻2−1. A2 എന്ന് പറഞ്ഞാൽ AR⁻2−1 അല്ല, AR⁻1 വരും. അതിന്റെ സ്ക്വയറും സെയിം ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് എയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് -3 × R³ എന്ന് പറയുന്നതും -3R ഹോൾ സ്ക്വയർ എന്ന് പറയുന്നതും സെയിം ആണ്. അതായത് -3R³ ഈക്വൽ ടു -3യുടെ സ്ക്വയർ, സെപ്പറേറ്റ് സ്ക്വയർ എടുക്കാൻ നോക്കാം. -3യുടെ സ്ക്വയർ × R ന്റെ സ്ക്വയർ. അപ്പം -3R³ ഈക്വൽ ടു 9R² വരും. -3യുടെ സ്ക്വയർ 9R² കിട്ടും. നമുക്ക് R²നെ -3 നമുക്ക് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. അപ്പോൾ R³ = -3 × R³ അല്ലേ. -3 × പ്രോഡക്റ്റ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവിഷൻ ആവും. 9R² അതായത് R³ = 3 വെട്ടിപ്പൊക്കോളും. 3 വെട്ടും മേളിൽ 3 വരും. മൈനസ് ഉണ്ട്. -3R² വരും. അതായത് R³ = -3R² വരും. R² ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരിക. -3 × R² അല്ലേ. × R² ഇവിടെ വരുമ്പോൾ R³ വരും. ഈക്വൽ ടു -3 വരും. R³ R² കൂടെ ക്യാൻസൽ ചെയ്യുള്ളൂ. ഇവിടെ 2 എണ്ണം ഇല്ലേ, മേളിൽ 3 ഉണ്ട്. 2 എണ്ണം വെട്ടിപ്പോയിട്ട് 6 വരും. R = -3. കണ്ടോ, R-ന്റെ വാല്യൂ -3 എന്ന് കിട്ടി. എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി -3 എന്നുണ്ട്. ഈ കണ്ടീഷൻ എടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഈ കണ്ടീഷൻ എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് R-ന്റെ വാല്യൂ കിട്ടും. -3 എന്ന് കിട്ടും. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നില്ല സെവൻത് ടേം അല്ലേ. സെവൻത് ടേം A7 ആണ് കണ്ടുപിടിക്കേണ്ടത്. A7ന്റെ ഇക്വേഷൻ എഴുതുക. A7 = AR⁻7−1. എയുടെ വാല്യൂ -3 × -3⁶ 6 -3 ആണ്. -3 × -3⁶ നമുക്ക് -3⁶7 എഴുതാം. ഇവിടെ ഒരെണ്ണോ ഇവിടെ 6 എണ്ണോ ഒരുമിച്ച് നമുക്ക് 7 എഴുതാം. ഇതാണ് A7. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ടേം ഓഫ് ദ സീക്വൻസ് √3 3 3√3 etc. is 729. Which term of this sequence is 729? Which term of this sequence is 729? ഈ സീക്വൻസിന്റെ എത്രാമത്തെ ടേം 729? വിച്ച് ടേം ഏത് ടേം ആണെന്ന് വെച്ചാൽ എത്രാമത്തെ ടേം ആണ്. 729. അപ്പൊ എന്ത് ടേം തന്നിട്ടുണ്ട്? 729. എയും ആറും വെച്ച് നമുക്ക് അത് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം എ എത്രയാ? √3. കോമൺ റേഷ്യോ 6. 6നെ 3/√3 എഴുതാം. അല്ലെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം. 3/√3 വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ തേർഡ് ബൈ സെക്കൻഡ് എഴുതാം. തേർഡ് 3√3 അല്ലേ. ബൈ സെക്കൻഡ് 3 ആ. 3യും 3യും വെട്ടിപ്പോയി √3 എഴുതാം. സെക്കൻഡ് ബൈ തേർഡ് എഴുതിയാലും അതിനെ കിട്ടും. ഇനി ഇച്ചിലൂടെ നിങ്ങൾക്ക് വെട്ടിക്കളയാൻ എളുപ്പം തേർഡ് ബൈ സെക്കൻഡ് കേട്ടോ. അപ്പൊ നിങ്ങൾ എളുപ്പം നോക്കി ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈം എയും √3 ആണ്. കോമൺ റേഷ്യോ 6ഉം √3 ആണ്. ഇനി നമുക്ക് എന്ത് ടേം തന്നിട്ടുണ്ട്? 729 എത്രാമത്തെ ടേം ആണെന്ന് കണ്ടുപിടിക്കണ്ടേ. അപ്പൊ 729 നമുക്ക് എന്ത് ടേം ആയിട്ട് എടുക്കാം?
an is equal to 729. ഈ n എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. an-ന്റെ ഇക്വേഷൻ a ഇൻറ്റു r റേസ് ടു n മൈനസ് 1 അത് 729. എയുടെ ആറിൻ്റെ ഒക്കെ വാല്യൂ കൊടുക്കുക. എയുടെ വാല്യൂ √3 ഇൻറ്റു ആറിൻ്റെ വാല്യൂ √3 റേസ് ടു n മൈനസ് 1 അത് 729. ഇത് രണ്ടും √3 ആയിരുന്നു, നമുക്ക് കമ്പൈൻ ചെയ്യാം. √3 റേസ് ടു ഇവിടെ 1 ആയിരുന്നു, 1 പ്ലസ് n മൈനസ് 1 a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്ന് വെച്ചാൽ a റേസ് ടു m പ്ലസ് n. അപ്പോൾ ഇവിടെ m-ന്റെ സ്ഥാനത്ത് 1, n-ന്റെ സ്ഥാനത്ത് n മൈനസ് 1. 1 മൈനസ് 1 വെട്ടിപ്പോക്കോളും, അപ്പോൾ നമുക്ക് n കിട്ടും. 1 മൈനസ് 1 വെട്ടിപ്പോയിട്ട് √3 റേസ് ടു n ആണ് 729. ഈ 729നെ കൂടി √3 റേസ് ടു ആക്കുക. 729നെ കൂടി √3 റേസ് ടു നമുക്ക് ആക്കാം, നോക്കാം. അതിനായിട്ട് നിങ്ങൾ 729നെ ഡിവൈഡ് ചെയ്യുക. √3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, പകരം 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. √3 ചോദിച്ചാൽ 3 വെച്ച് ചെയ്യുക, √5 ചോദിച്ചാൽ 5 വെച്ച് ചെയ്യുക. √2 വെച്ച് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, അപ്പോൾ √3 ആയിട്ട് 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. കാൽക്കുലേറ്റർ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 7ൽ 2 ഉണ്ട്, 12ൽ 4 ഉണ്ട്, 9ൽ 3 ഉണ്ട്, 243 വരും. പിന്നെ 3 വെച്ച് തന്നെ ചെയ്യണം. 3 വെച്ച് ചെയ്യുമ്പോൾ 24ൽ 8, 3ൽ 1, 81 വരും. 81നെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 8ൽ 2, 21ൽ 7. 27നെ 3 വെച്ച് ചെയ്യുമ്പോൾ 9 കിട്ടും. 9നെ 3 വെച്ച് ചെയ്യുമ്പോൾ 3 കിട്ടും. ഫുള്ള് 3 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും √3 റേസ് ടു n. അതിനെ നമുക്ക് കിട്ടും 729ന് എത്രയുണ്ട്? 2, 4, 6 ഉണ്ട്. 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 6 3 എഴുതി. നമുക്ക് ഇനി 3 അല്ല വേണ്ട, √3 ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു 3യെ നമുക്ക് √3 ഇൻറ്റു √3 എഴുതാം. ദാറ്റ് ഈസ് √3 റേസ് ടു n ഇസ് ഈക്വൽ ടു, ഈ ഒരു 3യെ ഞാൻ √3 ഇൻറ്റു √3 എഴുതുന്നു. അടുത്ത 3യെ അങ്ങനെ തന്നെ എഴുതുന്നു. അപ്പോൾ ഇത് 2 എണ്ണം വരുമ്പോഴാണ് ഒരു 3 വന്നത്. അടുത്ത വീട് √3 ഇൻറ്റു √3 രണ്ടാമത്തെ. അടുത്തത് മൂന്നാമത്തെ 3യെ നമ്മൾ മാറ്റി, നാലാമത്തെ 3യെയും മാറ്റി, അഞ്ചാമത്തെ 3യെയും മാറ്റി. ഇനി ആറാമത്തെ √3 ഇൻറ്റു √3. കണ്ടോ, ഇവിടെ 6 3 ആയിരുന്നു, √3 വന്നപ്പോൾ എത്രയായി? നേരെ ഇരട്ടിയായി, ഡബിളായി. 6 12ആയി. അപ്പോൾ നമുക്ക് √3 റേസ് ടു n എന്ന് പറയുന്നത് √3 റേസ് ടു 12 കിട്ടി ഇവിടെ. അപ്പോൾ n-ന്റെ സ്ഥാനത്ത് എത്രയാണ് വന്നേക്കുന്നത്? n is equal to 12. അതായത് 12ാമത്തെ ടേമാണ് 729. ഇതിങ്ങനെ നിങ്ങൾ എഴുതി 12 പ്രാവശ്യം എഴുതുമ്പോൾ 729 കിട്ടും. ഓക്കെ അല്ലേ? വേറെ ആയല്ലോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. താങ്ക് യു.